കുഞ്ഞിൻ്റെ കൈക്ക് പൊട്ടലോ ഒടിവോ ഒന്നുമില്ല. ഇതിൻ്റെ ബോണിൻ്റെ പൊസിഷൻ നന്നായിട്ട് മാറിയിട്ടുണ്ട്, അതൊന്ന് പിടിച്ചിടണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അവനെ സമാധാനിപ്പിച്ചു, മോനോ വേദനയൊന്നും എടുക്കത്തില്ല എല്ലാം പറഞ്ഞിട്ട്. അപ്പോൾ അവൻ എന്നെ ഇങ്ങനെ കാണിച്ചു. ഒരു 10-20 മിനിറ്റിനുള്ളിലാണ് സിസ്റ്റർ എന്നൊരു വിളി അകത്തുനിന്നൊരു ആണിൻ്റെ ശബ്ദമൊക്കെ കേട്ട്. ഇതിനു വേണ്ടി അനസ്തേഷ്യ കൊടുത്തു. പെട്ടെന്ന് കുഞ്ഞിന് കാർഡിയക് അറസ്റ്റ് വന്നു. ഇപ്പോൾ ഇച്ചിരി ക്രിട്ടിക്കൽ സ്റ്റേജാന്ന് പറഞ്ഞു. ജനറൽ അനസ്തേഷ്യ കൊടുക്കുന്നത് നമ്മൾ അറിഞ്ഞിട്ടുമില്ല. മാത്രമല്ല അനസ്തേഷ്യ ഡോക്ടർ ആരാന്ന് നമുക്കറിയില്ല. ആരാണ് അനസ്തേഷ്യ കൊടുത്തതെന്ന് അറിയില്ല. ഏത് ഡോക്ടറാണ് തീരുമാനിച്ചെന്നറിയത്തില്ല. അനസ്തേഷ്യ കൊടുക്കുന്നതിന് മുമ്പ് പാലിക്കേണ്ട എന്തെങ്കിലും ലാബ് ചെക്കപ്പോ മെഡിക്കൽ ചെക്കപ്പോ അവർ ചെയ്തിട്ടില്ല. ഞങ്ങളോട് മറ്റ് സ്റ്റാഫിനോട് പറഞ്ഞു, ഞങ്ങളുടെ കുഞ്ഞിന് എന്താ സംഭവിച്ചെന്ന് പറഞ്ഞ് ഞങ്ങൾ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. അവർ ഒന്നിനും വ്യക്തമായി മറുപടി പറയുന്നില്ലായിരുന്നു. ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഒരു പേഷ്യൻറ്റിനെ കൊണ്ടുപോകുമ്പോൾ ചെയ്യേണ്ട യാതൊരു വിധമായ മാനദണ്ഡങ്ങളോ ക്രമീകരണങ്ങളോ അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. കുട്ടിയെ വരുന്ന സമയത്ത് കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് 0 ആയിരുന്നു, പൾസ് റേറ്റ് 0 ആയിരുന്നു പറഞ്ഞു. അതിൻ്റെ അർത്ഥം കുട്ടി മരിച്ചിരുന്നു, കുട്ടി വരുന്ന സമയത്ത് മരിച്ചിരുന്നു എന്നുള്ളതാണ് അതിനകത്ത് പറയാതെ പറഞ്ഞു വെച്ച കാര്യമെന്നുള്ളത്. വേണ്ടവിധ ലാബ് പരിശോധന നടത്തിയിട്ടില്ല, റിപ്പോർട്ടുകൾ അപൂർണമാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഡോക്ടർമാരുടെ മൊഴികൾ തമ്മിൽ വൈരുദ്ധ്യമുണ്ട്. അങ്ങനെ പല കാര്യങ്ങളാണ് അതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഈ സംഭവത്തിൽ റാന്നി സ്വകാര്യ ആശുപത്രി അധികൃതരുടെ ഗുരുതരമായ വീഴ്ചയെന്നാണ് മാതാപിതാക്കളുടെ പരാതി. നമസ്കാരം. സ്കൂളിൽ കളിക്കുന്നതിനിടയിൽ വീണ് കൈക്ക് സാരമായി പരിക്കേറ്റ 5 വയസ്സുകാരൻ സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സയ്ക്കിടയിൽ മരിച്ച സംഭവത്തിലെ അന്വേഷണം വഴിമുട്ടി. പത്തനംതിട്ട ജില്ലയിലെ റാന്നി കരുകുളം സ്വദേശിയായ കെ വിജയൻ്റെയും ഷേർലിയുടെയും മകനായ 5 വയസ്സുകാരൻ ആരോൺ വർഗീസാണ് മരണപ്പെട്ടത്. ഈ സംഭവത്തിൽ റാന്നി സ്വകാര്യ ആശുപത്രി അധികൃതരുടെ ഗുരുതരമായ വീഴ്ചയെന്നാണ് മാതാപിതാക്കളുടെ പരാതി. സംഭവത്തെപ്പറ്റി അന്വേഷണം നടത്തി ജില്ലാ മെഡിക്കൽ ഓഫീസർ ജില്ലാ കളക്ടർക്ക് നൽകിയ റിപ്പോർട്ടിലും ആശുപത്രി അധികൃതരുടെ ഗുരുതരമായ വീഴ്ച ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ എന്ത് നടപടിയാണ് എടുത്തത്, തങ്ങളുടെ മകൻ്റെ മരണത്തിന് എന്താണ് സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന ആവശ്യവുമായി കഴിഞ്ഞ 1.5 വർഷമായി മാതാപിതാക്കൾ നിയമ പോരാട്ടത്തിലാണ്. ഇപ്പോൾ കുട്ടിയുടെ മാതാപിതാക്കൾ എനിക്കൊപ്പം ചേരുകയാണ്. 2024 ഫെബ്രുവരി 1 രാവിലെ കുഞ്ഞിനെ ഞാൻ സ്കൂളിൽ അയച്ചു. ഒരു 3 മണിയാകാറായപ്പം ടീച്ചർ എന്നെ വിളിച്ചു, ആരോൺ സ്കൂളിലൊന്ന് വീണു, അവൻ്റെ കൈക്ക് നീരുണ്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ടീച്ചർ തന്നെ എന്നിട്ട് കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടാക്കി. അപ്പം ഞാനാണ് കുറച്ച് നേരം കഴിഞ്ഞ് ഇവിടെ വന്ന് കുഞ്ഞിനെ ആക്കി ഞാൻ റാന്നി മർത്തമ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ കാഷ്വാലിറ്റി ചെന്നു. അവിടുത്തെ ഡോക്ടർ എക്സ്റേക്ക് എഴുതി തന്നു. ആ എക്സ്റേ എടുത്ത് ആ ഡോക്ടർ നോക്കി. ആദ്യം എടുത്ത് എക്സ്റേ മാറിയായിരുന്നു എടുത്തിരുന്നത്, കൈയുടെ ഈ ഭാഗത്ത് എടുത്തു. അത് കഴിഞ്ഞപ്പം കുഞ്ഞിൻ്റെ കൈയുടെ ഇവിടെ ഈ സൈഡിലായിരുന്നു നീരുണ്ടായിരുന്നത്. അപ്പോൾ ആ ഭാഗത്ത് എഴുതി തന്നു. അത് ഞാൻ ആ എക്സ്റേ പോയി എടുത്ത് കൊണ്ട് ഈ ഡോക്ടർ കാഷ്വാലിറ്റിയുടെ ഡോക്ടറെ കാണിച്ചില്ല. എക്സ്റേ എടുത്തപ്പോൾ താഴെ എന്നിട്ട് തിരിച്ചിവിടെ കാഷ്വാലിറ്റി വന്നപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, പിന്നെ ഓർത്തോയുടെ ഡോക്ടർ തിയേറ്ററിൽ സർജറിയിലുണ്ട്, അവിടെ നിങ്ങൾ തിയേറ്ററിൻ്റെ മുമ്പിൽ OPയിൽ അവിടെ ചെന്നിരുന്നാൽ മതി, ഡോക്ടർ കണ്ടിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും കുഞ്ഞും കൂടെ മേളത്തെ നിലയിൽ ഓർത്തോ OPയുടെ അവിടെ തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ പോയിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പം ഡോക്ടർ തിയേറ്ററിൽ നിന്ന് വന്ന് സൈഡ് ആ OPയിൽ ഇരുന്നിട്ട് സിസ്റ്റത്തെ നോക്കിയിട്ട് പറഞ്ഞു, കുഞ്ഞിൻ്റെ കൈക്ക് പൊട്ടലോ ഒടിവോ ഒന്നുമില്ല, ഇതിൻ്റെ ബോണിൻ്റെ പൊസിഷൻ നന്നായിട്ട് മാറിയിട്ടുണ്ട്, അതൊന്ന് പിടിച്ചിടണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പം കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. താഴെ ഞങ്ങളൊരു റൂമിൽ അത് കഴിഞ്ഞ് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. ഒരു 6:30 ആയപ്പോഴത്തേന് തിയേറ്ററിൻ്റെ സൈഡ് റൂമിൽ തന്നെ വന്ന് അവൻ്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് 6:45 ആയപ്പോഴത്തേന് കുഞ്ഞിനെ അവിടെ കൊണ്ടുപോയി, ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കൊണ്ടുപോയി. അപ്പോൾ എല്ലാം കുഞ്ഞ് നല്ല ആക്റ്റീവും എന്നോട് നല്ലതായിട്ട് വർത്തമാനം പറയുകയും ചിരിക്കുകയും എല്ലാം ചെയ്യും. പോകാൻ നേരം എന്നോട് ചോദിച്ചു, അമ്മ എൻ്റെ കൂടെ വരുന്നില്ലയോ എന്ന് ചോദിച്ചു. ഞാൻ അന്നേരവും മോനെ എന്നെ അകത്തോട്ട് വിടത്തില്ല ഇങ്ങനെയെല്ലാം ഞാൻ പറഞ്ഞു അവനെ സമാധാനിപ്പിച്ചു. മോനോ വേദനയൊന്നും എടുക്കത്തില്ല എല്ലാം പറഞ്ഞിട്ട്. അപ്പോൾ അവൻ എന്നെ ഇങ്ങനെ കാണിച്ചു. അങ്ങനെ അവനെ അകത്തോട്ട് കൊണ്ടുപോയി. കുറച്ച് നേരം കഴിഞ്ഞപ്പം പിന്നെ ഒരു 10-20 മിനിറ്റിനുള്ളിലാണ് സിസ്റ്റർ എന്നൊരു വിളി അകത്തുനിന്നൊരു ആണിൻ്റെ ശബ്ദമൊക്കെ കേട്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയും സൈഡിലെ റൂമിൽ നിന്ന് അവരൊക്കെ വന്ന് എന്തൊക്കെയോ എടുത്തുകൊണ്ട് പോകുന്നത് കണ്ടു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു ആൾ വെളിയിലോട്ട് ഇറങ്ങി വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഒരു കുഞ്ഞിനെയും കൊണ്ട് അകത്ത് പോയല്ലോ, അതെന്ത് ചെയ്യുന്നു ചോദിച്ചു. ചേച്ചി അത് ചെയ്തുകൊണ്ടിരിക്കുക, കുഴപ്പമില്ല ഇങ്ങനെ പറഞ്ഞു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ടും
ഇത് ഇങ്ങനെ ഒന്നും പറയുന്നില്ല. ശകല നേരം കൂടെ കഴിഞ്ഞപ്പോൾ വേറെ അപ്പം ഞാൻ ഒരു പേഷ്യൻ്റ് എന്നോട് പറഞ്ഞിരുന്നു, ഞാൻ കേട്ടതാ, എന്നോട് പറഞ്ഞതല്ല, അവിടെ തിയേറ്ററിൽ ഒരു ഓപ്പറേഷൻ നടക്കുക, വിരലറ്റു പോയത്. അപ്പം ഞാൻ ഓർത്തു അതെന്തെങ്കിലും ആയിരിക്കും, അങ്ങനെ പറഞ്ഞ് അങ്ങനെ അവർ കഴിഞ്ഞു. കുറച്ച് നേരം കഴിഞ്ഞ ഉടനെയാണ് അപ്പോൾ ഒരു സിസ്റ്ററുടെ സൗണ്ട് കേൾക്കുന്നു, അവിടെ ഒരു അമ്മ മാത്രമേ ഇരിപ്പുള്ളൂ എന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ കുഞ്ഞിൻ്റെ എന്തെങ്കിലും കാര്യം. അപ്പോൾ അച്ഛൻ്റെ വർക്കായിട്ട് പന്തളത്ത് പോയിക്കുമായിരുന്നു. ആ സമയത്ത് അച്ഛൻ ഇങ്ങോട്ട് വരുന്നേ ഉള്ളൂ. അച്ഛൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛാ എന്തോ സംഭവം എനിക്കറിയത്തില്ല, ഇങ്ങനെ ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ തിയേറ്ററിൻ്റെ ഡോറ് തുറന്നിട്ട് അവിടെ ഒരു ഡോക്ടർ വന്ന് പറഞ്ഞു, ഞങ്ങൾ ആരോണിന് പിന്നെ ഇതിനു വേണ്ടി അനസ്തേഷ്യ കൊടുത്തു, പെട്ടെന്ന് കുഞ്ഞിന് കാർഡിയക് അറസ്റ്റ് വന്നു, ഇപ്പോൾ ഇച്ചിരി ക്രിട്ടിക്കൽ സ്റ്റേജാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് അവർ അതിൻ്റെ ഡോർ അടച്ചിട്ട് പോയി. അത് കഴിഞ്ഞ് ഇല്ല, അകത്തോട്ട് വിടത്തില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടും തന്നെ ഉള്ളൂ. കുറച്ച് ശകല നേരം കൂടെ കഴിഞ്ഞിട്ട് പിന്നെ ഈ ഡോക്ടർ വന്ന് പറയുന്നു, പിന്നെ ഞങ്ങൾ മുത്തൂറ്റ് വന്ന് ആംബുലൻസ് വിളിച്ചിട്ടുണ്ട്, അതിപ്പോൾ വരും, കുഞ്ഞിനെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുകയെന്ന് പറയുന്നു. അത്രയും കാലം ഞങ്ങളുടെ മുമ്പിൽ കൂടെയാണ്. ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾ ഒരു സ്ട്രെച്ചറിൽ ഒരു മാസ്ക് മാത്രമുണ്ട് കുഞ്ഞിന്. അതല്ലാതെ ഇങ്ങനെ ഞാൻ ഇതൊന്നും മോണിറ്റർ ഘടിപ്പിച്ചേക്കുന്നു അങ്ങനെ ഒന്നും ഞാൻ കണ്ടില്ല. അങ്ങനെയാണ് ഞാൻ കണ്ടത്. പിന്നീടാണ് നമ്മൾ വിവരം അറിയുന്നത്. ഇപ്പോൾ ഡോക്ടർ ഞാൻ പറഞ്ഞതുപോലെ ഈ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ വാതിൽ തുറന്നിട്ട് ഡോക്ടർ പറയുകയാണ്, ഞങ്ങൾ കുട്ടിക്ക് അനസ്തേഷ്യ കൊടുത്തു, പെട്ടെന്ന് കാർഡിയക് അറസ്റ്റ് ഉണ്ടായി, കുട്ടിയുടെ നില ക്രിട്ടിക്കലാണ്, ഞങ്ങൾ ചെയ്യാവുന്നതെല്ലാം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് വാതിലടച്ച് കുറ്റിയിട്ടിട്ട് പോയി. ഞങ്ങൾ വാതിലെ തള്ളി നോക്കി, ഡോക്ടറെന്ന് പറഞ്ഞ് വിളിക്കാൻ ചെന്നപ്പോൾ വാതിൽ തുറക്കുന്നില്ലായിരുന്നു. ഞങ്ങളവിടെ മറ്റ് സ്റ്റാഫിനോട് പറഞ്ഞു, ഞങ്ങളുടെ കുഞ്ഞിന് എന്താ സംഭവിച്ചെന്ന് ഞങ്ങൾ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. അവർ ഒന്നിനും വ്യക്തമായി മറുപടി പറയുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ ഓപ്പറേഷൻ തിയേറ്റർ വാതിൽ തുറന്ന് മുമ്പേ കണ്ട അതേ ഡോക്ടർ തന്നെ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ മുത്തൂറ്റു എന്നൊരു ആംബുലൻസ് വിളിച്ചിട്ടുണ്ട്, കുട്ടിയെ മുത്തൂറ്റോട്ട് ഷിഫ്റ്റ് ചെയ്യണം, പിന്നെ അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ അതിന് പ്രകാരം കുട്ടിയെ കുറച്ചൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആംബുലൻസ് വന്നു. കുട്ടിയെ നേരെ ഞങ്ങളുടെ മുന്നിൽ കൂടെയാണ് സ്ട്രെച്ചറിൽ കൊണ്ടുവന്നത്. ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഒരു പേഷ്യൻറ്റിനെ കൊണ്ടുപോകുമ്പോൾ ചെയ്യേണ്ട യാതൊരു വിധമായ മാനദണ്ഡങ്ങളോ ക്രമീകരണങ്ങളോ അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പം ഞങ്ങൾ ഈ താഴെ വന്നു ആംബുലൻസിൽ കയറാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ആംബുലൻസ് കയറ്റിയില്ല, നിങ്ങൾ പുറകെ വേറെ വണ്ടി വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ചോദിച്ചാൽ എന്താ അങ്ങനെയെന്ന് ചോദിച്ചപ്പോഴാണ്, പിന്നെ ചെറിയൊരു സംസാരം ഉണ്ടായപ്പോഴാണ് പിന്നെ ഞങ്ങൾ ആ ആംബുലൻസിന് ഫ്രണ്ടിൽ തന്നെ കൊണ്ടുപോയി മുത്തൂറ്റ് ചെന്നു. അപ്പോൾ മുത്തൂറ്റ് ഡോക്ടർമാർ ആ കുട്ടിയെ പരിശോധിക്കാൻ അകത്ത് കൊണ്ടുപോയി. അപ്പോൾ മുത്തൂറ്റ് ഡോക്ടർ എന്നോട് പറഞ്ഞു, കുട്ടി വരുന്ന സമയത്ത് കാർഡിയക് അറസ്റ്റാണ് സംഭവിച്ചിരിക്കുന്നത്, കുട്ടിയെ വരുന്ന സമയത്ത് കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് 0 ആയിരുന്നു, പൾസ് റേറ്റ് 0 ആയിരുന്നു പറഞ്ഞു. അതിൻ്റെ അർത്ഥം കുട്ടി വരുന്ന സമയത്ത് മരിച്ചിരുന്നു എന്നുള്ളതാണ് അതിനകത്ത് പറയാതെ പറഞ്ഞു വെച്ച കാര്യമെന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ പറയുന്നത് ഈ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ഞങ്ങളുടെ കുഞ്ഞ് മരിച്ചിരുന്നു എന്നുള്ളതാണ് വാസ്തവം. അവരെ ആദ്യം നിങ്ങൾ കൊണ്ടുപോയി ഹോസ്പിറ്റലാണ് റാന്നി മർത്തോമ മെഡിക്കൽ ഹോസ്പിറ്റൽ. അവിടെ നിങ്ങൾ ഈ സർജറി ചെയ്യുകയോ അനസ്തേഷ്യ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞില്ല? ഇല്ല. അനസ്തേഷ്യയുടെ കാര്യമേ ജനറൽ അനസ്തേഷ്യ കൊടുക്കുന്നത് നമ്മൾ അറിഞ്ഞിട്ടുമില്ല. മാത്രമല്ല അനസ്തേഷ്യ ഡോക്ടർ ആരാന്ന് നമുക്കറിയില്ല, ആരാണ് അനസ്തേഷ്യ കൊടുത്തതെന്ന് അറിയില്ല, ഏത് ഡോക്ടറാണ് തീരുമാനിച്ചതെന്നറിയത്തില്ല. അനസ്തേഷ്യ കൊടുക്കുന്നതിന് മുമ്പ് പാലിക്കേണ്ട എന്തെങ്കിലും ലാബ് ചെക്കപ്പോ മെഡിക്കൽ ചെക്കപ്പോ അവർ ചെയ്തിട്ടില്ല. ഇതൊന്നും ചെയ്യാതെ അവരുടെ ഇഷ്ടപ്രകാരമാണ് ഈ അനസ്തേഷ്യ കൊടുത്തിട്ടുള്ളത്. അതാണ് വാസ്തവം. ശരിക്കും നിങ്ങൾ പരാതി നൽകിയിട്ടില്ലേ? ഈ കാര്യം ഞങ്ങൾ ജില്ലാ കളക്ടർ പോലീസ് സ്വാഭാവികമായിട്ടും ഒരു കേസ് എടുത്തിട്ടുള്ളതുകൊണ്ട് പ്രത്യേകം പരാതിയായിട്ട് ഞങ്ങൾ അതിൽ കൊടുത്തിട്ടില്ലെങ്കിലും ജില്ലാ കളക്ടർക്ക് ഞങ്ങളൊരു പരാതി കൊടുത്തിരുന്നു. അതിന് പ്രകാരം ജില്ലാ കളക്ടർ DMOയ്ക്ക് റിപ്പോർട്ട് ആവശ്യപ്പെട്ട പ്രകാരം DMO ഒരു മെഡിക്കൽ പാനലിനെ വെക്കുകയും റാന്നി മർത്തോമ ഹോസ്പിറ്റലിലേക്ക് പാനൽ വരികയും ഞങ്ങളെയും വിളിപ്പിച്ചിരുന്നു. അതിൻ്റെ മൊഴി ഞങ്ങളും കൊടുത്തു. അതെന്ന് വെച്ചാൽ അതിൻ്റെ റിപ്പോർട്ട് DMOയുടെ ഭാഗത്തു നിന്ന് ജില്ലാ കളക്ടർ കൊടുത്തതിനകത്ത് അതിനകത്ത് പരാമർശിക്കുന്ന വിഷയങ്ങൾ ഞങ്ങൾക്ക് ഒരു വിവരാവകാശ പ്രകാരം ഞങ്ങൾ ലഭിച്ചു. അത് വായിച്ചു നോക്കിയപ്പോൾ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് പറയേണ്ടത് വെച്ചാൽ ഈ പ്രസ്തുത ഹോസ്പിറ്റലിലെ പിന്നെ ഡോക്ടർക്ക് ട്രാവൻകൂർ കൊച്ചിൻ ലൈസൻസ് ഇല്ല എന്നുള്ളത് അത് വ്യക്തമായി അല്ലല്ല ഓർത്തോപീഡിക് ഡോക്ടർക്ക് ട്രാവൻകൂർ കൊച്ചിൻ ലൈസൻസ് ഇല്ല എന്നുള്ളതാണ് അതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. മറ്റു അനേകം കാര്യങ്ങൾ വേണ്ടവിധ ലാബ് പരിശോധന നടത്തിയിട്ടില്ല, റിപ്പോർട്ടുകൾ അപൂർണ്ണമാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഡോക്ടർമാരുടെ മൊഴികൾ തമ്മിൽ വൈരുദ്ധ്യമുണ്ട്, അങ്ങനെ പല കാര്യങ്ങളാണ് അതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഇത്രയായിട്ട് യാതൊരു നടപടികളും ഇതിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ കാര്യമാണ്. ആരോഗ്യവകുപ്പ് പരാതി നൽകിയില്ല? ആരോഗ്യവകുപ്പ് മന്ത്രി ഞങ്ങളെ കണ്ടിരുന്നു, പരാതി നൽകിയിരുന്നു. പക്ഷേ അത് സ്വകാര്യ ആശുപത്രി ആയതുകൊണ്ട് സർക്കാരിന് അതിൽ നേരിട്ട് നടപടിയെടുക്കാൻ കഴിയില്ല. അപ്പോൾ അത് പോലീസിൽ പരാതി കൊടുത്ത് പോലീസ് മുഖാന്തരമേ ഉള്ളൂ എന്നാണ് അങ്ങനെ അറിയാം. ഈ സംഭവത്തിന് ശേഷം ആശുപത്രി അധികൃതർ ആരും നിങ്ങളെ വന്ന് കാണുകയും ചെയ്തില്ല? ഇല്ല, ആശുപത്രി അധികൃതർ ഇതുവരെയും ഞങ്ങളെ വന്ന് കാണുക കാര്യത്തെപ്പറ്റി സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. പിന്നെ ആശുപത്രിയുടെ ഉടമസ്ഥ വഹിക്കുന്ന
വർത്തമാന സഭയിൽ നിന്നുള്ള അവർ ആരും വരുവോ അതിനെപ്പറ്റി സംസാരിക്കുകയോ ചെയ്തു. മർത്തോമ സഭയിലെ അംഗം തന്നെയാണ്. ഞങ്ങൾ വർത്തമാന സഭയിൽ അംഗങ്ങൾ തന്നെയാണ്. ഇപ്പോൾ നിയമപോരാട്ടമായി പോവുകയാണ്. മുന്നോട്ട് പോകണമെന്നാണ്. ഇത്രയും നാളും 1.5 വർഷം കഴിഞ്ഞിട്ടും സ്വാഭാവിക നീതി നമുക്ക് ലഭിക്കുന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് നിയമപരമായി മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം. ഇതുവരെയും ആരുടെ ഭാഗത്തുനിന്നും ഒരു അനുകൂലമായ കാര്യങ്ങളും നിങ്ങൾക്കുണ്ടായിട്ടില്ല? ഇല്ലില്ല, യാതൊരു വിധമായ അനുകൂല കാര്യങ്ങളും ഉണ്ടായിട്ടില്ല. വസ്തുതകളിൽ പല ഓഫീസുകളിൽ ഞാൻ കയറി ഇറങ്ങുന്നുണ്ട്. ഒരു ഓഫീസിൽ പോലും ഇതിൻ്റെ വ്യക്തമായ ഒരു കാര്യം അവർ പറയുന്നില്ല. പല കാര്യങ്ങൾ പറഞ്ഞ് ഒഴിവായി ഈ 1.5 വർഷം കഴിഞ്ഞിട്ടും അങ്ങനെ നമ്മളെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു... എന്താണ് സംഭവിച്ചതെന്ന് അറിയണം. എന്താണ് സംഭവം, ഞങ്ങളുടെ കുഞ്ഞിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് വ്യക്തമായി ഞങ്ങൾക്ക് അറിയണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം. നിസ്സഹായരായ ഈ മാതാപിതാക്കളുടെ ന്യായമായ ആവശ്യമാണിത്. തങ്ങൾക്കൊപ്പം ചിരിച്ചു കളിച്ച് ആശുപത്രിയിലേക്ക് പോയ ആ കുഞ്ഞ് ഇന്ന് ഇവർക്കൊപ്പമില്ല. ആശുപത്രി അധികൃതരുടെ വീഴ്ചയുണ്ടെങ്കിൽ അത് കൃത്യമായി അന്വേഷണം നടത്തി പുറത്തു കൊണ്ടുവരേണ്ടത് സർക്കാരിൻ്റെ കൂടി ഉത്തരവാദിത്തമാണ്. സിസ്റ്റം തകരാറിലാണെന്ന കാരണത്താൽ ഇത് തള്ളിക്കളയാനാവില്ല. ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിൻ്റെ തൊട്ടടുത്ത മണ്ഡലമായ റാന്നിയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഗൗരവമായി കണ്ട് അന്വേഷണം നടത്തി കുറ്റക്കാരെ കണ്ടെത്തുമെന്നാണ് ഈ മാതാപിതാക്കൾ പ്രതീക്ഷിക്കുന്നത്. ക്യാമറാമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, പത്തനംതിട്ട.